ഞാനൊരു ലോഞ്ച് പോലെ കാണുന്നുണ്ട്. ഈ ടൈപ്പാണ് ഈ സംഭവം കാണുന്നത്. ഡയമണ്ടാണ് ഈ കാണുന്നത് കേട്ടോ. ദിനോസറിൻ്റെ താഴെ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഒരു ഫീലൊക്കെയാണ് കാണുന്നത്. ഒട്ടകത്തിൻ്റെ പുറത്ത് വെച്ചിട്ട് കെട്ടിയിരുന്ന ഇപ്പോഴും അറബി വീട്ടിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ ആ ഒരു സമയമായി കഴിഞ്ഞാൽ അവർ ഇതേപോലെ ചെയ്യുന്നതാണ്. പല ടൈപ്പിലുള്ള ഗണ്ണാണ് കാണുന്നത്. ഈ സൈഡിൽ വാള്. ഫിഫ വേൾഡ് കപ്പ് ഖത്തറിൽ അനൗൺസ് ചെയ്ത സമയത്തുള്ള വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ട്. നമ്മളെ സമയമായി തുടങ്ങി. 6 മണിക്കാണ് നമ്മളെ സ്ലോട്ട്. ഖത്തർ നാഷണൽ മ്യൂസിയത്തിൻ്റെ പാർക്കിങ്ങിലാണ് ഇപ്പോൾ ഉള്ളത്. നെക്സ്റ്റ് നമുക്ക് എൻട്രൻസിൽ കയറിയിട്ട് എന്തൊക്കെ കാഴ്ചകളാണ് അകത്തുള്ളത് നോക്കാം. അപ്പോൾ സ്റ്റിൽ ഫോളോ ചെയ്യാം. അസാദ് സെറ്റല്ലേ? നമ്മളാ കാണുന്നതാണ് മെട്രോൻ്റെ സ്റ്റേഷൻ വരുന്നത്. അതായി പോയി കഴിഞ്ഞാൽ മെട്രോ സ്റ്റേഷന് നെക്സ്റ്റ് ഇതാ വരുന്നത് ദോഹ ബസ്സിൻ്റെ ഒരു സ്റ്റേഷനാണ് വരുന്നത്. ദോഹ ബസ്സിൽ നമ്മൾ ആ കോർണിഷ് സ്ട്രീറ്റിൽ നമ്മൾ ഫനാറിൻ്റെ ഫ്രണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ദോഹ ടോട്ടലി ഒരു എക്സ്പ്ലോർ ചെയ്യുന്ന ഓപ്പൺ ബസ്സാണ് സംഭവം. അത് സെറ്റാണ്. അതിൽ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് എൻട്രൻസിൽ പോവാം. മ്യൂസിയത്തിൻ്റെ പുറത്തുള്ളൊരു വ്യൂ ആണ് കാണുന്നത്. ഇത് നമ്മൾ ബാക്ക് സൈഡിലാണ് വരുന്നത്. ഫ്രണ്ട് ഭാഗം റോഡിൻ്റെ ആ സൈഡിൽ നിന്നാണെന്നെങ്കിൽ ഒന്നുകൂടി മൊഞ്ചാണ്. നമ്മൾ ഈ കാണുന്നതാണ് എൻട്രൻസ്. എൻട്രൻസിൽ നമ്മൾ കയറിയിട്ട് ഞാൻ അകത്ത് ചിലപ്പം മെയിൻ എൻട്രൻസ് ഉണ്ടായിരിക്കും. ഇത് ജസ്റ്റ് ഒരു കവാടം മാത്രമേ ഉള്ളൂ. സംഭവം സെറ്റ് രക്ഷയിലുണ്ട്. അകത്ത് കയറി കഴിഞ്ഞാലുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. ഇത് ഞാൻ അകത്തേക്ക് പോയി നോക്കാം. വൈബാണ് കേട്ടോ, രക്ഷയില്ല. നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ ഇവിടുന്ന് പുറത്തുനിന്നെടുത്ത് നമുക്ക് ഇനി അകത്തേക്ക് പോകണം. അകത്തേന്ന് മെയിൻ എൻട്രൻസ് കാണുന്നത് കേട്ടോ. സാറേ സെറ്റല്ലേ? പുറത്തെ ക്ലൈമറ്റ് ചൂടാണെങ്കിലും എൻട്രൻസിൽ അകത്ത് കയറി കഴിഞ്ഞാൽ സൈഡിലൊക്കെ ഈ ഒരു ഷേപ്പ് ബിൽഡിങ് തന്നെ സംഭവം കാണുന്നത്. പക്ക വൈബാനെ. നമുക്ക് ഏത് എൻട്രൻസിലാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലേ സദാ? കുഴപ്പമില്ലാത്ത രീതിയിൽ ഫോറിൻസ് ഉണ്ട്. എന്നാലോ വിസിറ്റേഴ്സ് കുറവാണ്. അതൊരു കാരണത്താൽ തന്നെ നല്ല ഈസി ആയിട്ട് നമുക്ക് കാണാനും കഴിയും കേട്ടോ. ഫ്രണ്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഖത്തറിൻ്റെ ഒരു ഫ്ലാഗൊക്കെ ഫുള്ളി വൈബാണ് കേട്ടോ. നെക്സ്റ്റ് വാവ്, രക്ഷയില്ല കേട്ടോ. നല്ല ഹ്യൂമിഡിറ്റിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വേർത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇനി എൻട്രൻസിൽ കയറി വെക്കാം. എൻട്രൻസിൽ കയറാം. എൻട്രൻസിൽ കയറുന്ന സമയത്ത് ഇവിടെ ഒരു ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇരിക്കാനൊക്കെ ഉള്ളൊരു സെറ്റപ്പ് ഉണ്ട്. മേലോട്ടാണ് പോകേണ്ടത്. ഇവിടെ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതാ യെസ്, ഇവിടെ കൗണ്ടർ കാണിക്കുന്നു കേട്ടോ. നമ്മൾ ജസ്റ്റ് സെക്യൂരിറ്റി ചെക്കിങ് കഴിഞ്ഞ പാടാൻ നമ്മൾ അകത്തേക്ക് കയറ്റിവിട്ടിട്ടുണ്ട്. വാവ്, ഇതുള്ള ചിൽഡ്രൻസ് ഗിഫ്റ്റ് ഷോപ്പാണ് ആ സൈഡിൽ കണ്ടത്. ഈ സൈഡിൽ നോർമലായിട്ടുള്ള ഗിഫ്റ്റ് ഷോപ്പ്. സൈഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഒരു ലോഞ്ച് പോലെ കാണുന്നുണ്ട്. എന്താണെന്നറിയില്ല, നമ്മൾ അകത്തേക്ക് കയറുന്നില്ല. അത് കയറി അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അല്ലേ എന്താണ് അസാധ കയറുള്ളത്? നമുക്കൊരു ജസ്റ്റ് ഒരു പേടി അകത്ത് കയറുമ്പോൾ ഇനിയിപ്പോൾ അത് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരും എന്നുള്ള പേടിച്ചിട്ട് ഇൻഫർമേഷൻ ഓഫീസിനെ കാണിക്കുന്ന റിസപ്ഷന് ഫിഫ വേൾഡ് കപ്പിൻ്റെ ലൈവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സെയിൽ ചെയ്യുന്ന കയറിയിരിക്കാം. നെക്സ്റ്റ് നമുക്ക് ഇനി ഇതാ കൂടുതൽ ആഴ്ചകളിലേക്ക് മുന്നോട്ട് പോയി നോക്കാം. സംഭവം അകത്ത് കയറിയോട് കൂടി ഹ്യൂമിഡിറ്റിയൊക്കെ പോയില്ലേ, നല്ലൊരു തണുപ്പ് കിട്ടിയതോട് കൂടി നമ്മൾ ഒന്നും കൂടി റിലാക്സായി. പുറത്തുനിന്ന് ഇവിടുന്ന് കാണുന്ന വ്യൂ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ഫസ്റ്റിൽ വന്നെടുത്ത വീഡിയോൻ്റെ ഒരു സാധനം. സംഭവം ഇവിടെ നോക്കുമ്പോൾ പക്ക വൈബാനെ. ഇവിടെ പ്രായമുള്ള ഉമ്മമാരെ ഫേസിലേക്ക് വരുന്നൊരു സാധനമാണ് ഈ സാധനം. അതാണ് മദർ ലാൻഡ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൊടുത്ത് ഡീറ്റെയിൽസോടെ കൊടുത്തിട്ടുണ്ട്. ബുർക്കൻ്റെ ഒരു സ്റ്റീൽ ടൈപ്പാണ് ഈ സംഭവം കാണുന്നത്. കാണുന്ന എൻട്രൻസിൽ നമ്മൾ ചെക്ക് ഇൻ ചെയ്തിട്ട് നെക്സ്റ്റ് നമ്മളിതാ അടിപൊളി കാഴ്ചകളാണ് ഫ്രണ്ടിൽ. ഓൺലൈൻ ബുക്ക് ചെയ്ത സംഭവം വന്നത് മെയിലിൽ പോയി കഴിഞ്ഞാൽ മെയിലിൽ സ്പാമിൽ പോയി കഴിഞ്ഞാലേ വരല്. ഇൻബോക്സിൽ പോയി നോക്കിയപ്പോൾ നമുക്ക് ആ മെയിൽ ഐ ഡി കിട്ടിയില്ല. നെക്സ്റ്റ് നമുക്ക് സ്പാമിൽ പോയപ്പോഴാണ് കണ്ടത്. നമുക്ക് ആ ഒരു എൻട്രൻസിലാണ് നമുക്ക് ആ ടിക്കറ്റിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. എന്താണെന്നുള്ളത് ഡീറ്റെയിൽസ് ആയിട്ട് കാണിച്ചു തരാം ഫസ്റ്റിൽ. നെക്സ്റ്റ് നമ്മളിതാ അകത്ത് കയറി. രക്ഷയില്ല കേട്ടോ, വൈബാണ് സംഭവം. ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. ഡയമണ്ടാണ് ഈ കാണുന്നത് കേട്ടോ. ഒറിജിനൽ ഡയമണ്ട് ഇങ്ങനെ ഇതാ വെള്ളത്തിലാക്കി പിന്നെ പക്ക ഫ്രെയിമാക്കി വെച്ചിട്ടുണ്ട്. ദിനോസറിൻ്റെ പക്ക രൂപമാണ് കാണുന്നത്. ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കടലിൻ്റെ അടിത്തട്ടിലുള്ള സംഭവങ്ങൾ ഫുൾ ഡീറ്റെയിൽ ആണ്. സൈഡിൽ പോയി കഴിഞ്ഞാൽ ഇതാ നെക്സ്റ്റ് കുറച്ച് ഫിഷിൻ്റെ വേറെ ടൈപ്പ് പേളും സംഭവങ്ങളൊക്കെ കാണിക്കുന്നത്.
ഇവിടെ കാണിക്കുന്ന സ്ക്രീനിൽ കാണിക്കുന്നതും കടലിൻ്റെ അടിത്തട്ടുകളൊക്കെയാണ്. നെക്സ്റ്റ് നമുക്ക് ഇനി കൂടുതൽ കാഴ്ചകളിലേക്ക് പോയി നോക്കാം. ഫ്രണ്ടിൽ ഒരു റൂമിൽ പോകുന്നത് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നമുക്കിതാ ഡോൾഫിൻ ഉണ്ട്, പൂച്ച. വാ, അടുത്ത റൂമിൽ പോയി കഴിഞ്ഞാൽ കാണപ്പെടുന്നതാണ് അത് ഒക്കെ വൈബനുണ്ടാ. ഡെസേർട്ടിൽ ഇന്നൊരു സംഭവം ഉണ്ടെന്ന് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷേ എങ്കിൽ പോലും നമുക്ക് എന്താ ഡെസേർട്ടിൽ ഇവർ സെറ്റ് ചെയ്തൊരു ഇതിലാണ് കാണിക്കുന്നത്. സ്നേക്കെല്ലാം ഉണ്ട്. ആ രക്ഷയില്ല. എങ്ങനെയുണ്ട് ആസാദ ടോട്ടലി? കാട്ടിലെ മൃഗം ഡെസേർട്ടിൽ സെറ്റ് ചെയ്ത് അങ്ങനെ ഉണ്ടാവും, ആ ഒരു രീതിയിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്കിതാ പുറത്ത് ഇതിൻ്റെ സൈഡിലൊക്കെ ഉള്ള ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ കടലിൻ്റെ അടിത്തട്ടിലുള്ള മത്സ്യങ്ങളെ ഒരു വ്യൂ ആണ് ഇവിടുന്ന് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നത്. പക്ക 3Dയിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. 3D ഇല്ലെങ്കിലും നോർമലി നമുക്ക് കാണാൻ പറ്റുന്ന സ്ക്രീനിൽ തന്നെ സൈഡിലെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൊജക്ടറിൽ നിന്നാണ് നമുക്ക് സൈഡിലേക്കൊക്കെ അടിക്കുന്നത്. പക്ക വൈബാണ്. പെട്ടെന്ന് വന്നോളി. നല്ല അടിപൊളി കാഴ്ചകളാണ്. ഓരോ സൈഡിലും ഡിഫറെൻറ്റ് കാഴ്ചകളാണ് കേട്ടോ സ്ക്രീനിൽ കൊടുക്കുന്നത്. പക്ക ഒരു വൈബും ആ സൗണ്ട് ക്ലാരിറ്റി എല്ലാം അടിപൊളിയാണ്. ഞാൻ പെട്ടെന്ന് ഇതിൽ കൂടി പാസ് ചെയ്ത് ഇവിടുന്ന് ഇതിൻ്റെ അടിയിൽ നിന്ന് സൗണ്ട് ഇങ്ങനെ കേട്ടപ്പോഴാണ് ഇവിടെ നിന്ന് നോക്കിയത്. ഞാൻ പെട്ടെന്ന് എന്താ വിളിക്കുന്നില്ല. ഇതിൻ്റെ ഏറ്റവും മിഡിൽ നിന്ന് കഴിഞ്ഞാൽ ഇതിങ്ങനെ കറക്റ്റായിട്ട് ഫുൾ വ്യൂ കിട്ടും. അത് മാത്രമല്ല ഇപ്പോൾ റെയിനൊക്കെ വരുന്ന സമയത്തുള്ള ഒരു എന്താ പറയുക സൗണ്ട്സും കാര്യങ്ങളൊക്കെ സെറ്റാണ്. രക്ഷയില്ല, അടിപൊളി തന്നെ. സറൗണ്ടിങ് ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് സൗണ്ട്സ് എല്ലാം. ഫുൾ വൈബ്. അടുത്തൊരു റൂമിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഫിഷ് കടലിൻ്റെ താഴെ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഒരു ഫീലൊക്കെയാണ് കാണുന്നത്. വാവ്. ഇതൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തിട്ടുള്ളതാണ് സംഭവം, ഒറിജിനലല്ല ഒന്നും. ആർട്ടിഫിഷ്യലാണ് സംഭവം. കാഴ്ചകൾ ആർട്ടിഫിഷ്യൽ ആണെങ്കിലും ഒറിജിനലിനെ വെല്ലുന്ന അത്രയും ടോപ്പാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വെള്ളം ഉള്ളതുപോലെ നമുക്ക് തോന്നിയത്, പക്ഷേ വെള്ളമൊന്നും ഇല്ല. ലൈറ്റിൻ്റെ ഒരു എഫക്റ്റ് കൊണ്ടാണ് നമുക്ക് വെള്ളം ഉള്ളതുപോലെ തോന്നിയത്. സംഭവം രക്ഷയില്ല. നെക്സ്റ്റ് നമുക്ക് ഇനി ഇതാ കൂടുതൽ കാഴ്ചകളിലേക്ക് അഗൈൻ പോവാം. ഈ ഒരു സൈഡിൽ പൂമ്പാറ്റുണ്ട്. പൂമ്പാറ്റിൻ്റെ പല പല തരത്തിൽ പിന്നെ ഇങ്ങനെ കൂറ വന്ന് ഇവിടുന്ന് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കോർണിഷിൻ്റെ ഒരു ഏരിയ കാണുന്നുണ്ട്. പക്ഷേ ഫുള്ളി ഡാർക്കായിട്ടാണ് കാണുന്നത്. N7 സ്റ്റേഡിയം ഈ കാണുന്നതെല്ലാം ഒറിജിനലാണ് കേട്ടോ. ഈ ഒരു മെഷീൻ കൊണ്ടൊന്ന് സൂം ചെയ്തെടുക്കാം. സൂമായിട്ടുള്ളതാണ്. മൂവായി കഴിഞ്ഞാൽ നമുക്കത് ഏത് സ്ഥലത്തേക്ക് നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുപോകാം. ഫോക്കസ് ചെയ്യുന്ന എന്താണ് ഓരോ സെക്ഷനിൽ നമ്മളിങ്ങനെ മാറുമ്പോഴും പല പല വെറൈറ്റി സംഭവങ്ങളാണ്. ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്യുന്നില്ല, ജസ്റ്റ് റൗണ്ട് അടിച്ച് പോകുന്നുണ്ട്. തോണിൻ്റെ അകത്ത് വരുന്ന വള്ളങ്ങളെടുത്തിട്ട് പണ്ടൊക്കെ കപ്പെടുത്ത് ഒഴിക്കുന്ന ഒരു സെറ്റപ്പ് വരുമ്പോൾ ഇത് ഈ ഒരു ടൈപ്പിലാണ് വെള്ളം പുറത്തേക്ക് എടുത്ത് ഒഴിവാക്കിയിരുന്നത് വഞ്ചിയിൽ പോകുന്ന സമയത്ത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ മൊത്തത്തിൽ പഴയ കാലത്തുള്ള വഞ്ചി
വഞ്ചിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. ഖത്തറിനൊരു മാപ്പാണ് കൊടുത്തിട്ടുള്ളത്. അതൊരു 3D പോലെ തന്നെ കൊടുത്തിട്ടുള്ളത്. ഒട്ടകത്തിൻ്റെ ഒരു ഏരിയയാണ് പറയുന്നത്. പണ്ട് കാലങ്ങളിലെ ആളുകൾ ഒട്ടകത്തിൻ്റെ പുറത്ത് വെച്ചിട്ടായിരുന്നു കച്ചവടത്തിനൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. ആ ഒരു സമയത്ത് ഒട്ടകത്തിൻ്റെ പുറത്ത് വെച്ചിട്ട് കെട്ടിയിരുന്ന ഒരു സംഭവങ്ങളൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. പല പല പുരാണ വസ്തുക്കളാണ് ഈ കാണുന്നതെല്ലാം. നല്ല സംഭവം, അടിപൊളി. ഈ ഏരിയ മൊത്തത്തിൽ ഒട്ടകത്തിനാണ്. തണുപ്പ് സമയങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ടെൻ്റ് അടിച്ചിട്ട് അറബികളൊക്കെ ഡെസേർട്ടിലൊക്കെ പോയിട്ട് ഇതേപോലെ ഇരിക്കുന്നതാണ്. അപ്പോൾ അവരാ ഓർമ്മ പുതുക്കലാണ് ഈ ഒരു സംഭവം. ഈ ലൊക്കേഷൻ വന്നു കഴിഞ്ഞാൽ അവർ ഉപയോഗിച്ചിരുന്നുള്ള ആ ഒരു മാറ്റാണ് കാണുന്നത് കേട്ടോ. ഈ ഒരു കാണുന്ന സംഭവം കൊണ്ടാണ് ടെൻ്റ് കെട്ടൽ. ഇപ്പോഴും അറബി വീട്ടിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ ആ ഒരു സമയമായി കഴിഞ്ഞാൽ അവർ ഇതേപോലെ ചെയ്യുന്നതാണ്. ഡ്രസ്സാണ് ഈ കാണുന്നത് കേട്ടോ. ലേഡീസിൻ്റെതും ആ ഒരു സൈഡിൽ ജെൻസിൻ്റെ ആണ് വരുന്നത്. ഈ ഒരു കാണുന്നത് മൊത്തത്തിൽ ആ ടെൻറ്റിൻ്റെ വിവിധ തരത്തിലുള്ള ക്ലോത്താണ് കേട്ടോ. ടെൻറ്റിന് മാത്രമല്ല, ഹാൻഡ് മെയ്ഡായിട്ട് ഉപയോഗിക്കുന്ന ഒരുപാട് കണ്ടില്ലേ നമുക്ക് ബാഗ്, അതുപോലെ തന്നെ കുതിരൻ്റെ പുറത്തിടുന്നതും പല പല മാറ്റായിട്ട് ഉപയോഗിക്കുന്നതാണ്. ഹാൻഡ് മെയ്ഡാണ് ഫുള്ള് സംഭവങ്ങൾ. നെക്സ്റ്റ് നമ്മൾ ഇനി കൂടുതൽ കാഴ്ചകളിലേക്ക് പോവാം. ഹാൻഡ് മെയ്ഡായിട്ടുള്ള ഒരു ഖുർആനാണ് കാണുന്നത്. നല്ലൊരു സമയം തന്നെ ഇവിടെ നിന്ന് സ്പെൻഡ് ചെയ്യാൻ തന്നെ ഉണ്ട്. ഫുൾ വീഡിയോ കണ്ടിട്ട് പോകാൻ പാടില്ല. നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ട് കാണിച്ചു തരണുള്ളൂ. നമുക്ക് ഖത്തറിലിപ്പോൾ ഏകദേശം ഓഗസ്റ്റ് 31 വരെ സമയം ഉണ്ടെന്നാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഖത്തർ ഐഡിയിലുള്ള ആളുകൾക്ക് ഫ്രീ ആയിട്ട്. അപ്പോൾ മാക്സിമം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഡീറ്റെയിലൊക്കെ മൊത്തത്തിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതാ അടുത്തൊരു സെക്ഷനാണ് പോകുന്നത്. ഒക്കെ ട്രഡീഷണൽ പഴയ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഓരോരോ പാത്രങ്ങൾ കാര്യങ്ങളൊക്കെയാണ്. അളക്കാൻ ഉപയോഗിച്ച തുലാസാണ് ഇത് കാണുന്നത്. നാണയങ്ങൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. സംഭവം എല്ലാം കൊണ്ട് പക്ക വൈബാനെ. ജാറുകൾ രക്ഷയില്ലേട്ടാ. ഏകദേശം 6:40 ഗാലറിയൊക്കെ ക്ലോസ് ചെയ്യും. അപ്പോൾ പിന്നെ ലൈറ്റ്സൊന്നും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ ഒരു വീഡിയോ ഒന്നും കിട്ടില്ല. നെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. എങ്കിലും മാക്സിമം കാണാൻ പറ്റുന്നിടത്തോളം നമ്മൾ കാണിച്ചു തരാം. കാണുന്നതെല്ലാം ഗണ്ണാണ് കേട്ടോ. പല ടൈപ്പിലുള്ള ഗണ്ണാണ് കാണുന്നത്. ഈ സൈഡിൽ വാള്, ഇവിടെ ഒരു ഗാലറി സ്ക്രീനിൽ ആളുകൾ ഇങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് അടുത്തുനിന്നുകൂടി ഇത് ഗണ്ണ് കാണാൻ പറ്റുന്നുണ്ട്. വരുന്ന കത്തിയാണ് ഈ കാണുന്നത് കേട്ടോ. പണ്ടത്തെ കാലത്തൊക്കെ നമ്മളെ മലപ്പുറം കാക്കാരൊക്കെ ഉപയോഗിച്ചിരുന്ന കത്തിയായിരിക്കും. കുടലെടുക്കും. അതെ, കുടൽമാല വരുന്ന കത്തി. ഖത്തർ പെട്രോളിയത്തിൻ്റെ ഓരോരോ മെഷീനറിയാണ് സംഭവം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ റസൽ റഫാനല്ല, നമ്മൾ ദുഃഖാന് പോയ സമയത്ത് ഈ ഒരു സംഭവങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഡീറ്റെയിൽസ് ആയിട്ട് വായിക്കാനോ വലിയ ഗ്യാപ്പ് കിട്ടുന്നില്ല. ഫുള്ളി സ്ക്രീനാണ് കേട്ടോ. പക്ക വൈബാണ്. ഇങ്ങനെ ഇവിടെ ഇരുന്ന് കാണാനുള്ള ഒരു സെറ്റപ്പാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പോസ്റ്റ് ബോക്സ് ആണിത്, ലെറ്റർ ബോക്സ്. ക്ലാസ്സിലായിട്ട് എത്തിയ മെഷീന്, ഫാന്, ടൈപ്പ് റെക്കോർഡ്സാണ് കാണുന്നത്. പക്ക വൈബ്. ഒരുപാട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഓൾഡായിട്ടുള്ള കാണുന്നത് മൊത്തം. അതിലുള്ള ഡിസ്കും കാര്യങ്ങളൊക്കെയാണ്. പണ്ടത്തെ സ്വിച്ച് കേട്ടോ. സീഷയിലാണ് കാണുന്നത് കേട്ടോ. സൈഡിലൊക്കെ പക്ക വൈബാനാണ് കേട്ടോ. നമ്മളിപ്പോൾ ഓടിക്കണ്ട, നമുക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യാനുള്ള ഗ്യാപ്പ് ഇട്ടിട്ടില്ല. 2006 ഏഷ്യൻ ഗെയിംസിൽ മറ്റേ ദീപശി കൊടുത്ത സംഭവമാണ് കണ്ടോ. ഫിഫ വേൾഡ് കപ്പ് ഖത്തറിൽ അനൗൺസ് ചെയ്ത സമയത്തുള്ള ഈ ഒരു പേപ്പർ എന്നാണ് അന്ന് പൊട്ടിച്ച് ഫിഫ വേൾഡ് കപ്പ് ഖത്തറിൽ 2022 അനൗൺസ് ചെയ്തത്.
ഫുൾ സ്ക്രീനാണ് കേട്ടോ. പല വെറൈറ്റി സ്ക്രീൻസാണ് കൊടുത്തിട്ടുള്ളത് മൊത്തത്തിൽ. ഫൈനലി ഫിനിഷ് ചെയ്തിട്ട് ലാസ്റ്റ് എന്താണ് കുറച്ച് സമയം കൂടി നിൽക്കായിരുന്നു ആസാദെ. നമ്മൾ കയറുന്ന സമയത്ത് ലൈറ്റ് ഉണ്ടായിരുന്നു അല്ലേ ആസാദെ? ലൈറ്റെല്ലാം പോയി. അപ്പോൾ അവസാന സമയങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മൾ റൗണ്ട് ചെയ്തിട്ടുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അത് ലേറ്റ് ആവുമെന്ന് കരുതിയിട്ടാണ്. പക്ഷേ പെട്ടെന്ന് എക്സിറ്റ് അടിച്ച് അതോടുകൂടി നമുക്ക് നെക്സ്റ്റ് ഇനി അകത്തേക്ക് പോകാനുള്ളൊരു എൻട്രൻസ് ഇല്ല. നമ്മൾ കുറച്ചും കൂടി ലാസ്റ്റ് ഭാഗങ്ങളൊക്കെ കുറച്ചും കൂടി നോക്കായിരുന്നു. പക്ഷെ പെട്ടെന്ന് വന്നോളിയും ഖത്തറിലെ ആളുകളും ഖത്തറിൽ പുറത്ത് വരുന്ന ആളുകളുടെ ചാർജും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞ്. അപ്പോൾ അടിപൊളിയാണ്. നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് കാഴ്ച കാണാൻ പറ്റി. കുറഞ്ഞ ഒരു ഏരിയയിൽ മാത്രമേ ഉള്ളൂ ഫാമിലീസ് കിഡ്സ് അലോഡുള്ളൂ എന്ന് പറഞ്ഞ് നമുക്ക് അലോഡ് ആക്കിയില്ല. ആ ഒരു ഏരിയ മാത്രം കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഖത്തർ നാഷണൽ മ്യൂസിയത്തിൻ്റെ കാഴ്ചകൾ. പെട്ടെന്ന് നോളില്ല ആസാദെ. നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ ചെയ്യുന്നവരെ ബൈ.